മുസ്ലിം ലീഗിന്റെ തട്ടിപ്പിന്റെയും ദുരന്തമുഖത്തടക്കമുള്ള കൊടും ചതിയുടെയും മുതലെടുപ്പിന്റെയും കഥകളാണ് ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. PK ഫിറോസിന്റെ സഹോദരൻ ലഹരിക്കേസിൽ പിടിയിലായതും അടുത്തിടെയാണ്. ഇപ്പോഴിതാ ലീഗിന്റെ മറ്റൊരു അഴിമതി കഥയാണ് പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ പരിരക്ഷയുടെ മറവിൽ കോടികളാണ് തട്ടിയിരിക്കുന്നത്. മലപ്പുറം അസോസിയേഷൻ ഫോർ സെക്യൂരിറ്റി സ്കീമിന്റെ പേരിൽ പണം സ്വീകരിച്ചാണ് കൊടും വെട്ടിപ്പ്. പരാതി നൽകിയിരിക്കുന്നതാകട്ടെ മുൻ MSF നേതാവ് കൂടിയായ PA ഷറഫ് അലി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മയിൽ മൂത്തേടം ജില്ലാ കോർഡിനേറ്ററായി ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. 2021 ജൂണിലാണ് സ്കീം ആരംഭിച്ചത്. അംഗത്വമെടുക്കാൻ വേണ്ടത് 2000 രൂപ. ഇത്തരത്തിൽ ഏതാണ്ട് 20 കോടി രൂപ ആകെ സ്വരൂപിച്ചു. ലഭിച്ച തുകയെല്ലാം കോർഡിനേറ്ററുടെ നിയന്ത്രണത്തിലുള്ള മൂത്തേടം സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. എന്നാൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. നിക്ഷേപ തുക വകമാറ്റിയെന്നും പരാതിയുണ്ട്. പണം തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. പരിരക്ഷാ പദ്ധതി പ്രകാരം മരണപ്പെട്ടാൽ 2 ലക്ഷവും ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1 ലക്ഷവും അടിയന്തര ചികിത്സാ സഹായമായി 10,000 മുതൽ 50,000 രൂപ വരെയും നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇത് പ്രഖ്യാപനം മാത്രമായി. പോരാത്തതിന് ഓരോ വർഷവും സ്കീം പുതുക്കാൻ 1,500 രൂപ വീതം ഈടാക്കി. നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് ടാർഗറ്റ് നൽകിയാണത്രേ ആളെ ചേർത്തത്. 2023 25,000 പേർ അംഗങ്ങളായെന്ന പ്രമോഷൻ വീഡിയോയിൽ കോർഡിനേറ്റർ തന്നെ അവകാശപ്പെട്ടിരുന്നു. ഈ വർഷം 5 കോടി ലഭിച്ചു. ആരംഭ വർഷമായ 2021 22 ഇതിലും കൂടുതൽ ലഭിച്ചു. ഏകദേശം 20 കോടിയാണ് ആകെ സ്വരൂപിച്ചത്. എന്നാൽ അംഗത്വമെടുത്ത് പണമടച്ചവർക്ക് 4 വർഷമായിട്ടും ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടില്ല. പദ്ധതിയിൽ ലഭിച്ച തുക ചെലവഴിച്ചത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. നിലവിലെ മഞ്ചേരി MLA UA ലത്തീഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് പദ്ധതി ആരംഭിച്ചത്. മുസ്ലിം ലീഗ് നേതാവിന് വിവിധ സഹകരണ ബാങ്കിലുള്ള വായ്പാ കുടിശ്ശികയിലേക്ക് കോടികൾ വകമാറ്റിയെന്നാണ് ആക്ഷേപം. ഏതായാലും ലീഗിന്റെ യഥാർത്ഥ മുഖം അനുദിനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുകയാണ്. അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും പോരാത്തതിന് നേതാക്കളുടെ ലഹരി കേസുകളും. അതിന്റെ കൂട്ടത്തിലേക്ക് പരിരക്ഷാ പദ്ധതിയുടെ പേരിലെ കോടികളുടെ തട്ടിപ്പ് കൂടി ചേർക്കപ്പെടുകയാണ്. കൃത്യമായ അന്വേഷണത്തിലൂടെ നേതൃത്വത്തിലെ തട്ടിപ്പ് വീരന്മാർ ഉടൻ അഴിക്കുള്ളിലാകുക തന്നെ ചെയ്യും.